ഹലോ എവ്രി വൺ. ഇനി ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഡിഡ് യു അപ്ലൈ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേർഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. I applied gender studies or feminism or post-colonialism as the main framework. For example, I used Simone de Beauvoir's idea that one is not born but rather becomes a woman to understand female identity in literature. Similarly, Peter Barry and M.H. Abraham's concepts helped me in critical analysis. അതായത് നമ്മൾ ഏത് തിയറിയാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ജെൻഡർ സ്റ്റഡീസ് ആണോ, ഫെമിനിസം ആണോ, പോസ്റ്റ് കൊളോണിയലിസം ആണോ, പോസ്റ്റ് സ്ട്രക്ചറലിസം ആണോ, ഏത് തിയറിയാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതും, അതിലുള്ള ഒരു തിയറിസ്റ്റ് ഏതാണോ അയാളുടെ കോട്ട് എന്തായിരുന്നോ അതും, അതേപോലെ നമ്മൾ M.H. എബ്രഹാമിൻ്റെ പീറ്റർ ബാരിയുടെ ഒക്കെ ബിഗിനിങ് തിയറി എന്ന് പറയുന്ന വർക്കും M.H. എബ്രഹാമിൻ്റെ ഗ്ലോസറി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ തിയറി വെച്ചിട്ട് നിങ്ങൾ ഏത് തിയറിയാണ് ചെയ്തിട്ടുള്ളത്, ആ തിയറിയിൽ വന്നിട്ടുള്ള ഫേമസ് തിയറിസ്റ്റ് ആരാണ്, അവരുടെ ഫേമസ് കോട്ട് ഏതാണ്, അതേപോലെ തന്നെ നിങ്ങൾ പീറ്റർ ബാരിയുടെയും M.H. എബ്രഹാമിൻ്റെ ഒക്കെ വർക്ക്സ് ഉപയോഗിച്ചിട്ട് വർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ചലഞ്ചസ് ഡിഡ് യു ഫേസ് വൈൽ റൈറ്റിംഗ് ദിസ് പ്രൊജക്ട്? ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആൻസറുമായിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സെക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇങ്ങനത്തെ ഇത് റിലേറ്റഡ് വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഇൻഫോർമേറ്റീവായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എന്ത് സജഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആൻസർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ പറയാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.